ും അത് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ആകാംക്ഷകൾക്കൊടുവിൽ ആദ്യ ദിനം തന്നെ നിയമസഭാ സമ്മേളനത്തിനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സഭ തുടങ്ങി 18-ാം മിനിറ്റിലാണ് രാഹുൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കൊപ്പം സഭയിലെത്തിയത്. പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പിടത്തിൽ സ്ഥാനം. രാഹുലിന്റെ വരവ് കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതിനൊപ്പം ഭരണപക്ഷത്തിനെതിരെ സഭയിൽ ആഞ്ഞടിക്കാനുള്ള പ്രതിപക്ഷ നിരയുടെ ആത്മവിശ്വാസവും തകർക്കുന്നതാണ്. ആകാംക്ഷകൾക്കും സംശയങ്ങൾക്കും വിരാമമിട്ട് ആദ്യ ദിനം തന്നെ രാഹുൽ സഭയിലെത്തി. കഴിഞ്ഞ തവണ ആദ്യമായി നിയമസഭാ സാമാജികനായി എത്തുന്നതിന്റെ കൗതുകമായിരുന്നെങ്കിൽ ഇത്തവണ രാഹുൽ എത്തില്ലെന്ന സ്വന്തം തട്ടകത്തിലെ തന്നെ അഭ്യൂഹങ്ങൾ മറികടന്നായിരുന്നു വരവ്. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കൊപ്പം നിയമസഭയിലെത്തിയ രാഹുൽ 18-ാം മിനിറ്റിൽ മുഖ്യമന്ത്രിയുടെ VS അനുശോചന പ്രസംഗത്തിനിടയിലാണ് സമ്മേളനത്തിന് കയറിയത്. പ്രതിപക്ഷ നിരയിലെ അവസാന നിരയിൽ അവസാന സീറ്റിൽ ഇടതിനോടിടഞ്ഞ് അൻവർ ഇരുന്നിരുന്ന അതേ സ്ഥലത്ത് സ്ഥാനം. AK അഷ്റഫും നജീബ് കാന്തപുരവും UA ലത്തീഫും UDFന്റെയും കോൺഗ്രസിന്റെയും പരിഭവം മറന്ന് രാഹുലിനോട് സംസാരിച്ചു. സമ്മേളനം പിരിയുന്നതിന് മുൻപ് സഭ വിട്ട രാഹുൽ MLA ഹോസ്റ്റലിലേക്ക് പോയി. വരും ദിവസങ്ങളിലും രാഹുൽ സഭയിലെത്തുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ നിരവധി വിഷയങ്ങളുമായി കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് അതൊരു വെല്ലുവിളി തീർക്കും. രാഹുൽ വിഷയം വീണ്ടും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരുകൾക്ക് ആക്കം കൂട്ടും. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ജനങ്ങളോടും സഭയോടുമുള്ള അനാദരവാണെന്ന് EP ജയരാജൻ. മാങ്കൂട്ടത്തിലിന് നിയമപരമായി സഭയിലെത്താൻ അധികാരമുണ്ടോ എന്നും എന്നാൽ ധാർമ്മികതയുടെ ഭാഗമായി സഭയിലെത്താൻ കഴിയില്ലെന്നും EP പറഞ്ഞു. നേതാക്കൾക്കുള്ള ചരമോപചാരമെന്ന ആദരവിനെ പരിഹസിക്കുന്ന നിലപാടാണ് മാങ്കൂട്ടത്തിൻ്റെലേതെന്ന് EP പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്ന നിലപാടാണ് രാഹുലിൻ്റെതെന്നും EP ജയരാജൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ SFI പ്രതിഷേധം. MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുന്നതിനിടെ രാഹുലിന്റെ കാർ തടഞ്ഞായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത്